ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാഗി പൊടി കൊണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് റാഗി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എല്ലാം നമുക്കിത് തയ്യാറാക്കി കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിൽ 240 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചെടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് റാഗി പൗഡർ, അതായത് റോസ്റ്റഡ് റാഗി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ സ്പാറ്റില വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം വളരെ താഴ്ത്തി വെക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റി വയ്ക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കൈ വെച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ. കുറച്ച് പച്ചവെള്ളം അടുത്ത് വെച്ച് പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ശക്തിയായിട്ട് കൈ വെച്ച് സോഫ്റ്റ് ആക്കിയിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ബോൾസ് തയ്യാറാക്കി വയ്ക്കാം. ഞാനിവിടെ 6 ബോൾസാണ് എനിക്കിവിടെ അത്രയും റാഗി പൊടിയിൽ നിന്ന് കിട്ടിയത്. ഒന്നുകൂടെ കൈ വെച്ച് ഒന്നും കൂടെ സോഫ്റ്റാക്കി ഉരുളകൾ നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി, അല്ലാതെ ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കേണ്ട. ആ സമയത്ത് എരിവിനായിട്ട് ഞാൻ 2 ചെറിയ പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി ഈ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റാഗിയുടെ ഉള്ളിൽ, പൊറോട്ടയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. തീരെയും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല ഫില്ലിങ്ങിൽ. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഇനി അതിൽ നിന്നും ബോൾസ് മാറ്റിയെടുക്കാം. 6 ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ റാഗി ഉരുളകളെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്താം. ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയാൽ മതി. ഇനി അതിനുള്ളിലേക്ക് ഫില്ലിങ്ങിൻ്റെ ഓരോ ബോൾസ് വെച്ച് ഇതുപോലെ കൈ വെച്ച് ഉരുട്ടിയെടുക്കുക. ഇനി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ അധികം കനം കുറയ്ക്കാതെ അതേസമയം വലിയ കനവും ഇല്ലാത്ത രീതിയിൽ വേണം അത് പരത്തിയെടുക്കാൻ. പരത്താൻ റാഗി പൗഡർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിൽ തടവിയിട്ട് നിങ്ങൾക്ക് ഈ പൊറോട്ട പരത്തിയെടുക്കാവുന്നതാണ്. അല്ലാതെ കനം കുറയ്ക്കാതെ ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി വേറെ രീതിയിൽ തയ്യാറാക്കാം. ഓരോ റാഗി ബോൾസിൻ്റെ ഉള്ളിലും ചെറിയൊരു കുഴി ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് ആ ഫില്ലിങ് ഇതുപോലെ പാകത്തിന് വെച്ച് കൊടുത്ത് ഉരുട്ടിയെടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റാഗി പൊറോട്ടകൾ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് ഉള്ളതുകൊണ്ട് വളരെ രുചികരമാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ റാഗി കൊണ്ടുള്ള റെസിപ്പികൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. ഈ റാഗി കൊണ്ടുള്ള കുറേ റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തുള്ളത്. ഇനി ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ റാഗി പൗഡർ നമ്മൾ നേരത്തെ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ഫില്ലിങ്ങും നന്നായിട്ട് വെന്തതാണ്. അതുകൊണ്ട് ഈ പൊറോട്ട അധികം നേരം നമ്മൾ തവയിലിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇരുവശം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. നെയ്യോ ഓയിലോ ഒന്നും ഉപയോഗിക്കാതെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഗ്രീൻ പീസിൻ്റെ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കടലക്കറിയോ എന്തെങ്കിലും ഉരുളക്കിഴങ്ങിൻ്റെ കറിയോ ഒക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സൈഡായിട്ട് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.